കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിശ്ചയവുമായ സ്വാഗതം. എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കമന്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു ആദരവുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, എൻ്റെ വീട്ടിലെ ചെലവ് ഞാൻ നോക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ചെലവ് നോക്കുന്നുണ്ട്, എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നുണ്ട്, ഒക്കെ ചെയ്തിട്ട് എനിക്കൊരു ആദരവ് തരുന്നില്ല. എത്രയോ ആൾക്കാർ വന്ന് എന്നെ അവിടെ ഒരു ഭർത്താവായിട്ട് അംഗീകരിക്കുന്നില്ല, അല്ലെ എന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവിന് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്നിട്ടും എനിക്കൊരു അംഗീകാരം കിട്ടുന്നില്ല. അതുപോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ എല്ലാ പണികളും കൃത്യസമയത്ത് ചെയ്യുന്നുണ്ട്, എന്നാലും എന്നെ ഉദ്യോഗസ്ഥൻ അംഗീകരിക്കുന്ന പോലീസ് പട്ടാളം ഒക്കെയുള്ള ആൾക്കാർ പറയുന്നതാണ്. അതാണ് അംഗീകാരത്തിന് ഏറ്റവും ഉത്തമമായിട്ടാണ് കാളി മന്ത്രങ്ങൾ ജപിക്കുക. കാളി, ഭദ്രകാളി. കാളി എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ചാമുണ്ടി, രക്തചാമുണ്ടി. കാളിയുടെ മന്ത്രം, കാളി എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്നതായിട്ടുള്ള കൊടുങ്കാളി, കരിങ്കാളി, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതിനൊക്കെ പല രീതിയിലുള്ള മന്ത്രങ്ങൾ. കാളിയിലാണ് ഏറ്റവും കൂടുതൽ മന്ത്രോച്ചാരണം ഉള്ളതെന്നാണ് പറയപ്പെടുക. കൊടുങ്കാളി, ഭദ്രകാളി നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ? അല്ലാതെ ഈ തുള്ളിപ്പറയുന്ന കാളിയോ അല്ലെങ്കിൽ വെച്ചാരാധിക്കപ്പെടുന്നതായിട്ടുള്ള കാളിയോ അല്ല. മഹാകാളി എന്ന് പറയുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ശരീരത്തിലൂടെ വന്നു പോകുന്ന സംഭവമാണ്. അത് 24 മണിക്കൂർ ജ്യോതിഷം പറയാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കത്തില്ല. അത്രയും കളിപ്പീരാണ്, 100% സംശയമില്ലാത്ത കാര്യമാണ്. ഭദ്രകാളിയെ തന്നെ മുൻനിർത്തിയാണ് പറയുന്നത്. അതൊക്കെ അധപതനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അവരൊക്കെ ചെയ്യുന്നത്. സേവയാ. നിങ്ങൾ സേവയൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു 5-6 വർഷം വരെ കാണുള്ളൂ, പിന്നെ ആ സേവയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഒരു ജ്യോതിഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലനിന്ന് പോകുന്ന സാധനമാണ്. അത് കണക്കുകളാണ്, അല്ലേ? അല്ല, എന്ന് പറയുന്ന പോലെ അല്ല, ഞാൻ പറയുന്നുള്ളൂ. കാളി മന്ത്രങ്ങൾ അതുപോലെ അംഗീകാരം ലഭിക്കുവാനായിട്ട്, ഏതൊരു വിഷയത്തിലും അംഗീകാരം ലഭിക്കുവാനായിട്ട്, ഒരു പഠിത്തത്തിലാട്ടെ, ഒരു സ്കൂളില്. അപ്പോൾ എൻ്റെ അടുക്കല് ഇതിന്റെ പറയാൻ കാരണം, ഒരു ആള് വന്നിട്ട് ടീച്ചറാണ്. അപ്പം പുള്ളിക്കാരി LP സ്കൂളാണ്. ബഹുവിധ മേഖലകളിൽ പുള്ളിക്കാരിക്ക് കാര്യങ്ങൾ സാധിക്കും. പക്ഷെ അവിടെ തന്നെ ഇഷ്ടംപോലെ ശത്രുക്കളാ. പടം വരയ്ക്കും, പാട്ടുപാടും, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷെ എന്നിട്ടും എനിക്കൊരു അംഗീകാരം തരുന്നില്ല അവിടുത്തെ മേലധികാരി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ. അവർക്ക് കാളി മന്ത്രങ്ങൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഇതാണ്. ക്രീം 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 ഹും ഹും ഹ്രീം ദക്ഷിണേ കാളികെ ക്രീം 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 ഹ്രീം ഹ്രീം സ്വാഹ എന്നുള്ള മന്ത്രം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സാധനമാണ്. അതിന് ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്. അങ്ങനെയൊക്കെ കാളി മന്ത്രങ്ങൾ ഉപയോഗിക്കാവൂ. കാളി മന്ത്രങ്ങൾ വളരെയധികം സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ. നല്ല ഉപാസനാ ശക്തി ബലമുണ്ടെങ്കിലേ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് ആ യന്ത്രമോ പൂജയോ ചെയ്ത് നമ്മുടെ ശരീരത്തിലൊന്നിൽ ധരിക്കുകയോ പൂജ കൂടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യുത്തമമാണ്. ഏതൊരു മേഖലയിൽ ചെന്നാലും അവിടെ ഒരു സീറ്റ് ഉണ്ടാവും, ഒരു കസേര ഉണ്ടാവും, വലിച്ചു നീട്ടിയിട്ട് തരും, ഇന്നാ ഇരുന്നോളാൻ എന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ഏതു മേഖലയിൽ, സർക്കാർ മേഖലയാണെങ്കിലും പൊതുമേഖലയാണെങ്കിലും സിനിമാ രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും നമ്മുടെ മേഖലകളിൽ ഏതാണെങ്കിലും അങ്ങനെ ഒരു സർവ്വരാലും ആദരിക്കപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാളി മന്ത്രം. അത് മൊത്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഗുരുമുഖത്തു നിന്നുമൊക്കെ പഠിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾക്കൊക്കെ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ ഈ എളിയ മനുഷ്യന്റെ നിശ്ചയമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. Please subscribe our channel.